അപ്പോൾ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ്റ് എൻഹാൻസ്മെൻറ്റ് വളരെയധികം നടക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്സിലൂടെ നമ്മുടെ ആൻസേഴ്സ് വളരെയധികം നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ വാല്യൂ അഡീഷൻസ് ആഡ് ചെയ്യുന്നതിലും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ വീക്ക്ലി ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈംലി ഫേസിൽ ഇത് പഠിക്കുന്നതിനും അത് നല്ല രീതിയിൽ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു റിയൽ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്ത് ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു. സിവിൽ സർവീസിൻ്റെ സിലബസ് കൃത്യമായി നോക്കാനും ഉത്തരങ്ങൾ കൃത്യമായി സ്ട്രക്ചർ ചെയ്യാനും എന്നെ സഹായിച്ച ഒരു കോഴ്സാണ് എൻലൈറ്റിൻ്റെ എൻമാപ്പ് പ്രോഗ്രാം. അപ്പോൾ ഇത്തരത്തിൽ സിവിൽ സർവീസ് പരീക്ഷയെ സിലബസ് ഓറിയൻറ്റഡായി കൃത്യമായി പരിശീലിക്കാൻ ഏതൊരു കാൻഡിഡേറ്റിനും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സാണ് എൻലൈറ്റിൻ്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. I would like to extend my heartful gratitude to Mahesh sir and the team at Enlight IAS for also providing me with expertise and feedback on the GS test series. I had written all the 4 GS test papers at Enlight, and the detailed guidance and feedback that I got on those papers through Zoom from Joseph sir for Polity and Economics, Abu sir and Mahesh sir especially with the ethics paper have helped me a lot in this year. I have been able to sustain my scores in Polity and GS 4 at the same level and improve drastically in the GS 3 papers as well. So the guidance and the feedback on the ways I can improve my answer, the flowcharts, diagrams, and going over each and every question on the Zoom as a feedback was really beneficial to me. So just want to express my gratitude to sir and the team, and thank you very much. ഞാനിവിടുത്തെ ലാസ്റ്റ് ലാബ് സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എൻലൈറ്റിൻ്റെ തന്നെ എൻമാപ്പ് ടെസ്റ്റ് സീരീസും ചെയ്തിരുന്നു. അതെ, അതിൽ തന്നെ എൻ്റെ GS 1 ഷിനു സാറാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. GS 2 കുറച്ച് അൺപ്രഡിക്റ്റബിൾ ഏരിയാസും അതുപോലെ അങ്ങനെ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ജോസഫ് സാറാണ് പറഞ്ഞു തന്നത്. പിന്നെ SAയ്ക്ക് മഹേഷ് സാറിൻ്റെ ഒപ്പം കുറേ സെഷൻസ് എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഫിലോസഫിക്കൽ എസ്സേസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ അതിൽ ഒരു കോർ ഐഡിയ മാത്രം എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പം സാറുമായിട്ട് ബ്രെയിൻ സ്റ്റോമിങ് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്തിക്സിൽ എൻ്റെ മേജർ ഇഷ്യൂ, ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് കേസ് സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പം എക്സ്ട്രീം മൂവ്സാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അബു സാറാണ് അതിന് എൻ്റെ ആൻസേഴ്സിനൊന്നും ഹൃദയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അബു സാറിനെ ഡെയിലി കേസ് സ്റ്റഡീസ് എഴുതി കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് അത് ചെയ്തത്.